ശരിക്ക് ഈ മറ്റ് പല കാരണങ്ങൾ കൊണ്ട് ഇവർ തമ്മിൽ ഫൈനൽസ് കളിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഏഷ്യയിലെ ഏറ്റവും നല്ല രണ്ട് ക്രിക്കറ്റ് ശക്തികൾ എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനുമാണ്. അപ്പൊ അവർ തമ്മിലൊരു മത്സരം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ആവേശവും അതിന്റെ നിലവാരവും ഒക്കെ വളരെ ഉയർന്നു നിൽക്കാൻ തന്നെയാണ് സാധ്യത കാണുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ ക്രിക്കറ്റ് പ്രേമികളെയും പിടിച്ചിരുത്തുന്ന മത്സരം തന്നെയാണ്. അത് ഫൈനൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ അല്ലാത്ത ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടമായിക്കോട്ടെ. പക്ഷേ ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു തോൽവിയോ അറിയാതെയാണ് ഇന്ത്യ ഈ ഫൈനലിലേക്ക് എത്തുന്നത്. ഒപ്പം തന്നെ പാകിസ്ഥാനെ 2 തവണ പരാജയപ്പെടുത്തിയിട്ടുണ്ട് എന്നൊരു ആത്മവിശ്വാസത്തിൽ കൂടിയല്ലേ ഇന്ന് ഇന്ത്യ കളത്തിലിറങ്ങുന്നത്? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഈ ടൂർണമെന്റിൽ നിന്ന് മാത്രമല്ല, ഈ അടുത്ത കാലത്തായിട്ട് എപ്പോഴും ഇന്ത്യക്ക് തന്നെയാണ് പാകിസ്ഥാൻ ടീമിന്റെ പേരിലുള്ള ഒരു മേൽക്കൈ ഉള്ളത്. അപ്പൊ അത് നിലനിന്ന് പോവുകയാണ് ഈ ടൂർണമെന്റിലും എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇന്ത്യൻ ഓപ്പണിംഗ് നമുക്ക് ആ കൂട്ടുകെട്ടൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ കളികളൊക്കെ നമ്മൾ കണ്ടാണ് മികച്ച രീതിയിൽ സ്കോർ ഉയർത്താൻ, അതായത് ആദ്യത്തെ 10 ഓവറിൽ 100 റൺസ് കടക്കുന്ന തരത്തിൽ തന്നെയാണ് ഇന്ത്യയുടെ ഓപ്പണിംഗ് ടീം സെറ്റായിരിക്കുന്നത്. പിന്നീട് അല്പം സ്കോർ കുറയുന്ന തരത്തിലേക്കാണ് ബാറ്റിംഗ് നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നത്തെ ഒരു മത്സരം എങ്ങനെയാണ് സാർ നോക്കിക്കാണുന്നത്? ഇതുവരെയുള്ള കളിച്ച പിച്ചുകളൊക്കെ സ്വഭാവം നോക്കി കഴിഞ്ഞാൽ പന്ത് കുറച്ച് പതുക്കെ വരുന്ന പിച്ചുകളായിരുന്നു. അത് കാരണം കൊണ്ടാണ് ഈ വലിയ സ്കോറുകൾ നേടാൻ ടീമുകൾക്ക് പറ്റാതെ പോകുന്നത്. അതോടൊപ്പം തന്നെ സ്ട്രോക്ക് പ്ലേ എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഈ അഭിഷേക് ശർമ്മ കളിക്കുന്ന സമയത്ത് പന്ത് ന്യൂ ആൻഡ് ഹാർഡ് ആയിരിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ എളുപ്പമാണ്. ആ സമയത്ത് പന്ത് കുറച്ചുകൂടെ ബാറ്റിലേക്ക് വരും. ആ സമയത്ത് നല്ല ക്ലീൻ സ്ട്രൈക്കർ ആയിട്ടുള്ള ഒരു പ്ലെയർ ബാറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. കഴിഞ്ഞ മാച്ചിൽ നമ്മൾ ശ്രീലങ്കയുടെ ഓപ്പണർ കളിക്കുമ്പോഴും ആ ഒരു മാറ്റം കണ്ടതായിരുന്നു. അത് ആദ്യ ഘട്ടത്തിൽ ഈ ആദ്യ 10 ഓവറിൽ ഒരു ഉപയോഗിക്കുന്ന പോലെ പിന്നീടുള്ള ഓവറുകൾ ഉപയോഗിക്കാൻ ഈ ഒരു കണ്ടീഷൻസിൽ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇന്നത്തെ ഫൈനൽ കളിക്കുന്ന പിച്ചിന്റെ സ്വഭാവം കാര്യമായ വ്യത്യാസം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇതുവരെയുള്ളത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ താങ്കൾ പറഞ്ഞ പോലെ തന്നെ തുടക്കത്തിൽ കിട്ടുന്ന ആ ഒരു ആക്സലറേഷൻ അത് നിലനിർത്തി പോകാൻ എല്ലാ ടീമുകളും ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ് നമ്മൾ ഈ ടൂർണമെന്റിൽ കണ്ടിട്ടുള്ളത്. പാകിസ്ഥാനെതിരെ കളിച്ച 2 മത്സരങ്ങളിൽ ആദ്യത്തെ മത്സരം നമ്മൾ നോക്കുകയാണെങ്കിൽ 6 വിക്കറ്റ് വിജയം, പിന്നീട് 7 വിക്കറ്റ് വിജയം. അത്തരത്തിൽ ആയിരുന്നു മത്സരങ്ങൾ. ആദ്യത്തെ മത്സരത്തിൽ 7 വിക്കറ്റ് ഇന്ത്യക്ക് വിജയിക്കാൻ കഴിഞ്ഞു, പിന്നീട് 6 വിക്കറ്റ് വിജയത്തിലാണ് വിജയിച്ചത്. ഇന്ന് പാകിസ്ഥാൻ്റെ ഒരു റൺഔട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അവരൊരു പെർഫോമൻസ് ഉണ്ടാകാൻ സാധ്യത? അല്ല, പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവരുടെ ബൗളേഴ്സിന് പണ്ടത്തെ ഒരു പാകിസ്ഥാൻ ടീമിന്റെ നിലവാരം എവിടെയും കാണിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇന്നും പാകിസ്ഥാൻ ജയിച്ചിരുന്ന സമയത്ത് മുഴുവൻ അവരുടെ പാകിസ്ഥാന്റെ ബൗളിംഗ് ആയിരുന്നു അവരുടെ വജ്രായുധം. അവരുടെ മുൻകാലങ്ങളിലുള്ള വാസിം അക്രം, ഇമ്രാൻഖാൻ, വക്കാർ യൂനിസ് കാലഘട്ടം തൊട്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്നും അവർക്ക് മികച്ച ബൗളർമാരുണ്ടായിരുന്നു. ആ ബൗളർമാരുടെ ഒരു നിലവാരമില്ലാത്ത പ്രകടനമാണ് അവർക്ക് ഏറ്റവും വലിയൊരു തലവേദനയായിട്ട് വരുന്നത്. ഈവൻ അവരുടെ ഏറ്റവും നല്ല ബൗളർ എന്ന് പറയുന്നത് ഷഹീൻ അഫ്രീദി പോലും ഈ ടൂർണമെന്റിൽ തിളങ്ങാൻ ബുദ്ധിമുട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇന്ത്യയുടെ അഗൻസ്റ്റ് മാത്രമല്ല, മറ്റു മത്സരങ്ങളിൽ പോലും അദ്ദേഹത്തിന് എൻഡ് ഓവേഴ്സിലൊക്കെ വല്ലാതെ റൺസ് കൺസീഡ് ചെയ്യുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അതാണ് അവർക്ക് ഒരു വലിയ പ്രശ്നം. അവരുടെ ബൗളേഴ്സ് അല്പം കൂടി ഡിസിപ്ലിൻഡ് ആയിട്ട് ബൗൾ ചെയ്യും എന്നുള്ളതായിരിക്കണം അവരുടെ ഒരു പ്രതീക്ഷ. അവർ കൊടുക്കുന്ന ഉപദേശം അത് തന്നെയായിരിക്കും. പിന്നെ ബാറ്റിങ്ങിനെ സംബന്ധിച്ച് അവരുടെ ബാറ്റിംഗ് വളരെ ബ്രിട്ടിലാണ്, സംശയമൊന്നുമില്ല. അവർക്ക് ഇന്ത്യയെ കമ്പയർ ചെയ്യുമ്പോൾ അതിനു ഭാഗത്തിനുള്ള ഒരു ബാറ്റിംഗ് ഡെപ്ത് അവരുടെ ഇതിലില്ല. ആദ്യത്തെ 3 ബാറ്റർമാരെയാണ് പ്രധാനമായിട്ട് അവർ ആശ്രയിക്കുന്നത്. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ ഓൾറൗണ്ട് മികവില് തീർച്ചയായിട്ടും ഇന്ത്യയാണ് മുകളിൽ നിൽക്കുന്നത്. പിന്നെ ഒരു ഒറ്റ കാര്യമുള്ളൂ, T20 ക്രിക്കറ്റ് ആണ്. 1-2 നല്ല പ്രകടനങ്ങൾ കൊണ്ട് കളിയുടെ റിസൾട്ടിലൊക്കെ വലിയ മാറ്റങ്ങൾ വരാം. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും കളി തുടങ്ങുന്നതിന് മുമ്പ് നോക്കി കഴിയുമ്പോൾ ഓൺ പേപ്പർ ഇന്ത്യക്ക് തന്നെയാണ് കൂടുതൽ വിജയ സാധ്യത. സാർ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ബോളിംഗ് നിര അത് പാകിസ്ഥാൻ്റെ എടുത്തു പറയേണ്ടതാണ്. 3 ഫേസർമാരായിട്ടാണ് അവർ കളത്തിലുള്ളത്. ഇന്ത്യ ആകട്ടെ ഒരു ഫേസറും ബാക്കി സ്പിന്നർമാരുമായിട്ടാണ് മത്സരരംഗത്തുള്ളത്. ആ ഒരു വ്യത്യാസം എങ്ങനെയായിരിക്കും ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടാവുക? അല്ല, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ പിച്ചിന്റെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്പിന്നർമാർക്ക് വളരെയധികം ബാറ്റ്സ്മാൻമാരെ കണ്ടെയ്ൻ ചെയ്യാനും സ്പിന്നർമാരെ ശക്തമായ അടികൾക്ക് ശ്രമിക്കുന്ന സമയത്ത് ടൈം ചെയ്യാതെ അവിടെ ഇവിടെയും ക്യാച്ചുകളായി മാറുന്ന ഒരു സ്ഥിതിയൊക്കെ നമ്മൾ ഈ ടൂർണമെന്റിൽ പലതവണ കണ്ടതാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു സ്ട്രാറ്റജി ഇന്ത്യയെ സംബന്ധിച്ച് നല്ലതാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ അതിന് മാറ്റി ഉപയോഗിക്കാനുള്ള നിലവാരമുള്ള സ്പിന്നർമാർ അവരുടെ കയ്യിലില്ല. അതുകൊണ്ട് അവർക്ക് ഈ ഒരു അറ്റാക്ക് വെച്ച് തന്നെ ടൂർണമെന്റ് കളിക്കാൻ പറ്റുള്ളൂ. അതാണ് അതിന്റെ വലിയ വ്യത്യാസം. ഇപ്പൊ ഒരു വരുൺ ചക്രവർത്തി, കുൽദീപ് യാദവ് എന്നൊക്കെ പറയുമ്പോൾ അവർ ഏത് ലെവലിലും അങ്ങേയറ്റം നിലവാരം പുലർത്താൻ കഴിവുള്ളവരാണ്. അപ്പൊ അനുകൂല സാഹചര്യങ്ങളും കൂടെ വരുമ്പോൾ അവർ കൂടുതൽ എഫക്റ്റീവ് ആവുന്നു. അതാണ് നമ്മൾ ഈ ടൂർണമെന്റിൽ കാണുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.